അതൊന്നും ഞാൻ ഉത്തരം പറയാനല്ല. ഫ്ലക്സ് ബോർഡും കാര്യമൊന്നും ഇപ്പൊ ഉത്തരം പറയാൻ. വേറെന്തുണ്ടോ? വേറൊന്നും ചോദിക്കാനുണ്ടോ? വേറെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. വോട്ടെണ്ണി കഴിഞ്ഞിട്ട് പറയാം. ഞങ്ങൾക്ക് ഗുണം ചെയ്തു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശബരിമല കൊള്ളയും അയ്യപ്പ സംഗമത്തിന്റെ മറവിലുള്ള മോഷണവും ഒന്നുകൂടി മറനീക്കി വ്യക്തമാക്കാൻ അവരുടെ ദുരാരോപണം ഞങ്ങളെ സഹായിച്ചു. അത് നികേഷിനെതിരെ നടപടി ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. KPCC പരാതി കൊടുത്തിട്ടുണ്ട്. ആ അക്കൗണ്ട് നിങ്ങൾ കോമൺ സെൻസ് ഉള്ളവരാണല്ലോ. നിങ്ങൾ മാധ്യമപ്രവർത്തകർ സാധാരണക്കാൾ നിങ്ങൾ പഠനമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരല്ലേ. നിങ്ങൾ അന്വേഷണാത്മക പത്രപ്രവർത്തനമല്ലേ, മാധ്യമപ്രവർത്തനമല്ലേ. എന്നാൽ പിന്നെ നികേഷിനോട് എൻ്റെ സുഹൃത്താണല്ലോ, MBRന്റെ മകനല്ലേ നികേഷ്. എന്നാൽ പിന്നെ അക്കൗണ്ടിൻ്റെ നമ്പറും ആ ബാങ്കിൻ്റെ ബ്രാഞ്ചും ഒന്ന് പറഞ്ഞാൽ പോരെ. If he is having the details, he should have furnished the details. കളവെന്ന് പറയും കേട്ടോ. നോക്കാം, നമുക്ക് നോക്കാം. വീട്ടിൽ കൂടെ വിളിക്കാം. എല്ലാവരെയും വിളിക്കും. ഒന്നും തിരക്കാക്കേണ്ടത് ഒരു തിരക്കുമില്ല. ഒന്നും തിരക്കാക്കണ്ട. വീട്ടിൽ കൂടെ വിളിക്കാം. അതിന് വരണം പാലുകാച്ചലും എത്രയും വേഗത്തിൽ. അതിനൊന്നും ഒരു നിങ്ങൾ ആരും തരണ്ട. നിങ്ങളെ ആരെയും ശമ്പളത്തിൽ തരണ്ട. ഞങ്ങൾ ഉണ്ടായിക്കോളും. അത് നിങ്ങളാരും അതെങ്ങനെയാന്ന് വെച്ചാൽ അത് ഞങ്ങളെ ഫണ്ട് കളക്ഷനെ ഓർത്ത് നിങ്ങളാരും കരയണ്ട കേട്ടോ. നിങ്ങൾ കരയേണ്ടത് സർക്കാരിന്റെ പൊതു ഖജനാവിലെ ഫണ്ടും ശബരിമലയിലെ ദേവസ്വം ബോർഡിന്റെ സ്വർണവും അയ്യപ്പ സംഗമത്തിന്റെ പേരിലുള്ള കളക്ഷൻ ഫണ്ടും തട്ടവരെ കുറിച്ച് നിങ്ങൾ അധികം ബേജാറാകുക. ഞങ്ങൾ കാശുണ്ടാക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ അധികം ബേജാറാകണ്ട. അതിനാ ഞങ്ങളെ മറുപടി. അതിനെക്കുറിച്ചാണ് കൃത്യമായ മറുപടി. ഞങ്ങൾ സമാഹരിച്ച പൈസയേക്കാൾ കൂടുതൽ ചെലവിട്ട് സ്ഥലം വാങ്ങി. ഇനി പൈസ സമാഹരിക്കാതെ തന്നെ പാർട്ടിയുടെ തനത് ഫണ്ട്, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതുണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിയും. അത് വയനാട്ടുകാരോട് ചോദിക്കാം നമുക്ക്. അവിടെ അല്ല അതൊക്കെ അവിടെ ഇൻട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനേതായാലും പോകേണ്ടി വരില്ല കേട്ടോ. VD സതീശന് പോകേണ്ടി വരില്ല. അദ്ദേഹം പോവില്ലല്ലോ. ഞാൻ പ്രതിപക്ഷ നേതാവായിട്ട് പ്രവർത്തിക്കാൻ അദ്ദേഹം എവിടെ ഉണ്ടാവും. ജയിച്ചില്ലെങ്കിൽ ബൈ ഇലക്ഷൻ ജയിപ്പിക്കും. ധർമ്മടത്ത് തോറ്റാലും ബൈ ഇലക്ഷൻ ജയിപ്പിക്കും അദ്ദേഹത്തെ. അതൊക്കെ പോളിറ്റിക്സിലെ ഒരു സംസാര ശൈലിയാണ് ഇല്ലേ. പോളിറ്റിക്സിലെ ഒരു സംസാര ശൈലിയാണ്. എന്താണ്? ജയിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ്. തോറ്റാൽ ഞാൻ വനവാസത്തിന് പോകുമെന്ന് പറയുന്നത് ജയിക്കും എന്നുള്ള അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസ് എന്താണ്? തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്തായിരുന്നു? നിങ്ങൾ എന്തായിരുന്നു കണക്കൂട്ടിയ? കൊല്ലം കോർപ്പറേഷൻ ഞങ്ങൾ ജയിക്കുന്നതാരും കരുതിയോ? കോഴിക്കോട് ഞങ്ങൾ 2 സീറ്റിന് ചെറിയ വോട്ടിന് 150 താഴെ കോഴിക്കോട് കോർപ്പറേഷൻ അവരുണ്ടാക്കിയ വാർഡിൽ ഞങ്ങൾ തോക്കുന്നു, നഷ്ടപ്പെടുമെന്ന് നിങ്ങൾ എഴുതിയോ? തിരുവനന്തപുരത്ത് ഞങ്ങളെ സീറ്റ് 10-20 ആക്കിയെന്ന് നിങ്ങൾ എഴുതിയോ? അപ്പോൾ അത്ഭുതം സംഭവിച്ചു. ആ അത്ഭുതം ആവർത്തിക്കും. അത് പ്രകടന പത്രികയിലല്ല, അത് നേരത്തെ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചത് രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്തെ. അതെ, രാഹുൽ ഗാന്ധി നേരത്തെ പ്രഖ്യാപിച്ചതാണ്. എത്രയും വേഗത്തിൽ അത് നോക്കാം നമുക്ക്. ചിലപ്പോൾ 101 ആയാലും കുഴപ്പമില്ലല്ലോ. 100-ാം തീയതി അവധിയായപ്പോൾ 100-ാമത്തെ ദിവസം അവധിയായാൽ ചിലപ്പോൾ 101 ആവും. നോക്കാം നമുക്ക്. മന്ത്രിമാരുണ്ടാവും. നോക്കാം, ഗവർണറുമായിട്ട് ആലോചിച്ചിട്ട് പറയാം. ഗവർണറെ കൂടെ സൗകര്യം നോക്കണം. ശരി.